മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇവര് സിറ്റിനെ മാഞ്ചസ്റ്റർ ഡെർബിയിൽ തോൽപ്പിക്കോ ഇല്ലേ എന്നുള്ളതല്ല കേട്ടോ. പക്ഷേ ഇതുപോലെ ഓവർ റൂൾ ചെയ്തിട്ട് ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ആൻഡ് ഒരു വിജയം, സത്യസന്ധമായിട്ട് പറയും, നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ? അതാണ് ഫുട്ബോളിൻ്റെ ബ്യൂട്ടി ആൻഡ് ഫുട്ബോൾ ഒരു ഫണ്ണി സ്പോർട്ടാണ് എന്നൊക്കെ പറയാനുള്ള ഒരു കാരണം. അപ്പുറത്തെ സൈഡിൽ അൽഫ്രോഡ് നാസർ പറയിപ്പിക്കുമ്പോൾ നമ്മൾ പറയിപ്പിക്കുമെന്ന് എക്സ്പെക്ട് ചെയ്ത ഒരു ടീമാണ് യുണൈറ്റഡ്. പക്ഷെ അവർ അങ്ങനല്ല ചെയ്തത്. കണ്ടോ ഒരു വ്യത്യാസം? എന്ത് ജാതി കളി! ആ ഡോണറുവിന്റെ അവിടെ ഇല്ലെങ്കിൽ രണ്ടിലൊന്നും ഒതുങ്ങൂലേനു കേട്ടോ. ഓൾറെഡി വാർ 2-3 തവണ സേവ് ചെയ്തു. അതിന് പുറം ഈ ചെങ്ങായി ബോക്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു 5-6 സേവ് നടത്തേണ്ടി വന്നിട്ടുണ്ട്. സിറ്റിയുടെ ലൈനപ്പ് ഫസ്റ്റ് കണ്ടപ്പോ ഐ വാസ് ലൈക്ക്, വേർ ഈസ് നമ്മുടെ ചെറുക്കൻ ചെറുക്കി. പിന്നെ ആ ഡിഫൻസ് നോക്കിയപ്പോ എനിക്ക് ചെറുതായിട്ടൊന്ന് സസ് അടിച്ചിന് കേട്ടോ. മാച്ച് കഴിഞ്ഞപ്പോ മനസ്സിലായി എന്തുകൊണ്ടാണ് ആ ഒരു ടീമിൽ എത്രയും പെട്ടെന്ന് വരണം. ഈ ഒരു സൈനിങ് കൂടെ ഒഫീഷ്യലായിട്ട് വന്നു കഴിഞ്ഞ 12 വർഷത്തിനുള്ളിൽ സിറ്റി സൈൻ ചെയ്യാൻ പോകുന്ന 14ാമത്തെ പ്ലെയർ ആയിട്ട് ആള് മാറും. യുണൈറ്റഡിനെ കുറിച്ചിട്ട് ഈച്ച് ആൻഡ് എവറി പ്ലെയർ അവരുടെ റോള് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. മാച്ചിലെ ചില മൊമെന്റ്സ്, എക്സ്പെഷ്യലി ആ കൗണ്ടർ അറ്റാക്സ് ഒക്കെ എടുത്ത് തന്നെ പറയണം കേട്ടോ, ടോപ്പ് നോച്ച്. സിറ്റിന്റെ ഡിഫൻസിനെ ഹെൽപ്ലെസ് ആയിട്ട് നോക്കി നിൽക്കാനേ പറ്റിയതുള്ളൂ. കാരണം അത്രക്കും ഫാസ്റ്റ് ആയിട്ടാണ് ആ ട്രാൻസിഷൻസും കാര്യങ്ങളൊക്കെ നടന്നത്. ഇവർ സ്വന്തം ബോക്സിൽ നിന്ന് ഡിഫെൻഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് അപ്പുറത്ത് പോയി ഗോൾ ആയത്. അതിനിടയിൽ 1-2 തവണ യുണൈറ്റഡ് പ്ലെയേഴ്സ് സിറ്റി പ്ലെയേഴ്സിനെ ചുറ്റും വെച്ച് റോണ്ടോ കളിക്കുന്നു മാച്ചിന്റെ ഇടയിൽ. അതും ചെറുക്കി വാസ് ദ വിക്ടിം. ബ്രൂനോയുടെ ഭാഗത്തുനിന്ന് ഒരു മാസ്റ്റർ ക്ലാസ്, ഒരു ഡിസ്ലൗഡ് ഗോളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതിനേക്കാളൊക്കെ ഞാൻ ഇംപ്രസ് ആയ ഒരു കാര്യം എന്താണെന്നറിയോ? അമ്മാത് വെച്ചു കൊടുത്ത ഒരു ബോള് ഫസ്റ്റ് ടൈം ഒരു ലോങ് പാസ് ബ്രൂണോ കൊടുക്കുന്നുണ്ട്. ആ ടൈപ്പ് ഓഫ് പാസ് കൊടുത്ത് അത് കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ടെക്നിക്കും സ്കില്ലും മാത്രം പോരാ, കുറച്ച് അണ്ടിയുറപ്പും കൂടെ വേണം. എനിവേ, ഞാനിങ്ങനെ ഓരോ പ്ലെയറെയും എടുത്ത് പറയണമൊന്നുമില്ല. ടീം മൊത്തത്തിൽ മുഴുവൻ എഫേർട്ട് ഇട്ട് തന്നെ കളിച്ചു. യുണൈറ്റഡ് ഫാൻസ് മിസ് ചെയ്ത ആ ഒരു പാഷനും കാര്യങ്ങളൊക്കെ ഈ ഒരു മാച്ചിൽ കണ്ടു എന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇതേപോലെയുള്ള എഫേർട്ടും കാര്യങ്ങളൊക്കെ കണ്ട അവരും ഹാപ്പി ആവും. ഈ മാച്ചിൽ തന്നെ ഗാലറിയിലുള്ള സർ അലക്സ് ഫെർഗൂസന്റെ റിയാക്ഷൻ ഇങ്ങനെ ഇടക്കിടക്ക് കാണിക്കുന്നുണ്ടായിരുന്നു. ആളും ഹാപ്പിയാണ്. നെക്സ്റ്റ് മാച്ച് വേഴ്സസ് ആഴ്സണൽ. മറ്റോൻ മുടി വെട്ടും എന്നുള്ള ഒരു പ്രതീക്ഷ ഒന്നും എനിക്കില്ല. ബട്ട് ആഴ്സണലിനെതിരെ ഒരു പോസിറ്റീവ് റിസൾട്ട് കിട്ടുമോ? നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായാലും കമന്റ് ചെയ്യുക. സിറ്റിനെ തോൽപ്പിച്ചതിന് യുണൈറ്റഡ് ഫാൻസിനോട് നന്ദി പറഞ്ഞിരിക്കുകയാണ് കേട്ടോ ആഴ്സണൽ ഫാൻസ്. എന്നിട്ടെന്താ, ഇവര് നോട്ടിംഗ്ഹാം ഫോറസ്റ്റിനെതിരെ 0-0 ഡ്രോ. കഴിഞ്ഞ കുറെ മാച്ചിലായിട്ട് സിറ്റി വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് ഞങ്ങൾ ഇനി ടൈറ്റിൽ ചാർജിനൊന്നും ഇല്ലാന്ന്. പക്ഷേ ആഴ്സണൽ ആ ഓപ്പർച്യൂണിറ്റീസ് ശരിക്കും അങ്ങോട്ട് ഉപയോഗിക്കണില്ല. എന്നാലും ഒരു 6-7 പോയിന്റിന്റെ ഡിഫറൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. 6-7 ആക്ച്വലി സിറ്റി അല്ല കേട്ടോ, ആസ്റ്റൺ വില്ല അവരുടെ നെക്സ്റ്റ് മാച്ച് ജയിച്ചാൽ അവരായിരിക്കും ആഴ്സണലിന് ചെറിയൊരു കോമ്പറ്റീഷൻ ഒക്കെ കൊടുക്കുക. ആഫ്കോണിൽ 3rd പ്ലേസിനുള്ള മാച്ചപ്പ് ഈജിപ്ത് വേഴ്സസ് നൈജീരിയ. സല ആൻഡ് മർമൂഷ് പെനാൾട്ടി മിസ്സാക്കിയിട്ട് ഈജിപ്ത് പുറത്തായി പെനാൾട്ടി ഷൂട്ട് ഔട്ടിൽ. 2 പെനാൾട്ടി സേവ് ചെയ്ത നൈജീരിയൻ കീപ്പർ സ്റ്റാൻലി ഇൻവാബലിയോ. ആ ചെങ്ങായി ഇപ്പൊ ഭയങ്കര ഹൈപ്പിലാട്ടോ. ഹൈപ്പ് കേറി എങ്ങോട്ട്. ഇന്നലോ മിഞ്ഞാന്നെന്തോ ആയിട്ട് ഞാൻ ബബ്ബ കണ്ടു. ഞാൻ അപരാധം കാണാൻ വേണ്ടിയിട്ടാണ് ആ സിനിമ കണ്ടത്. എന്നിട്ട് വരെ ഞാൻ ചോദിച്ചു ഇത് എന്ത് കാട്ടപരാധാന്ന്. വയ്യ ഇവർക്ക്. വേറെപ്പം എന്താ, അണ്ണനെ കുറിച്ചും അൽഫ്രോഡ് നാസറിനെ കുറിച്ചിട്ടൊന്നും കൂടുതൽ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓക്കെ, 2 ഗോളിന്റെ ലീഡ് 10 മിനിറ്റിനുള്ളിൽ എടുത്തിട്ട് ആ 2 ഗോളും കൺസീഡ് ചെയ്ത് ബോട്ടിൽ ചെയ്ത് അവരുടെ ടീമിന് ഒരു റെഡ് കാർഡ് കിട്ടിയതുകൊണ്ട് തട്ടിമുട്ടി 3ാമത്തെ ഗോൾ അടിച്ച് ജയിച്ചൊരു ടീമാണ്. ഓക്കെ, അറ്റ്ലീസ്റ്റ് 3 പോയിന്റ് കിട്ടി. അതുകൊണ്ട് നമുക്ക് സന്തോഷമായിട്ടിരിക്കുക. കിങ്സ്ലി കോമാൻ ഒരു ബൈസിക്കിൾ കിക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു. അണ്ണനാണ് അടിച്ചത് എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു മാസം അത് വെച്ച് പിടിച്ചിരിക്കേനോ. കോമാൻ ആയതുകൊണ്ട് ഇനിയിപ്പോ അധികം ഹൈപ്പ് കേറി എങ്ങോട്ടും പോണ്ട. വേറെപ്പം എന്താ, റയൽ മാഡ്രിഡ് 2-0 ലെവൻഡയെ തോൽപ്പിച്ചിട്ടുണ്ടെങ്കിലും ഫാൻസ് പെർഫോമൻസിന്റെ കാര്യത്തിൽ ഹാപ്പി അല്ല. വിനീഷ്യസ് ഓരോ തവണ ബോൾ ടച്ച് ചെയ്യുമ്പോഴും ഫാൻസ് ബൂ ചെയ്യാണ്. ആള് കരഞ്ഞത്രേ മാച്ചിന് മുന്നേ ഒക്കെ ആയിട്ട്. അതിനൊക്കെ അണ്ണനിട്ടോ. ആലോചിക്കുമ്പോഴേ ഫാൻസ് അല്ലെങ്കിൽ ഒപ്പണൻസ് ബൂ ചെയ്യണു, ആൾ അടുത്ത മാച്ചിൽ അതിനുള്ള റിവെഞ്ച് അല്ലെങ്കിൽ റെസ്പോൺസ് കൊടുക്കണു. അതൊക്കെ ഒരു കാലം.